സ്പെഷ്യൽ കരുവാട് കറി. എൻ്റെ പപ്പയാണ് വയ്ക്കുന്നത്. വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ബാക്കി ഇനി കുറെ കഴിഞ്ഞു. ഇതാണ് നത്തോലി കരുവാട് റെഡിയാക്കി വച്ചിരിക്കുന്നത്. മഞ്ഞപ്പൊടി, ഇനി ഉത്തപ്പുരം ഉപ്പും കൂടെ ഇടണം. ഉള്ളി വാടാൻ വേണ്ടി നല്ല കിണ്ടി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല, ഇത് കരിഞ്ഞു വരും. ചെറിയ തീയിലിട്ടാണ് ഇതിനെ മൂപ്പിച്ചെടുക്കാൻ. ഒരുപാട് തീയിൽ വെച്ചാൽ അടിയിൽ പിടിക്കും. നമ്മൾ കിണ്ടി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് വേണം കിണ്ടി കൊടുക്കാൻ. ഇത് അടിക്ക് പിടിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധ നോക്കണം. ആവാറായിട്ടുണ്ട്. കുറച്ചു നേരം അടച്ചു വച്ചിരിക്കണം. ആയിട്ടുണ്ട്. ഇത് ശകലം മല്ലിപ്പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ. അടുത്ത് 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് കിണ്ടി കൊടുക്കാം. അത് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന്. ഇത് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ മണം പോണം. മൂത്ത് നല്ലൊരു വിധം ആണ്. എന്നിട്ട് ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നത്തോലി കരുവാട് ഇടാം. നത്തോലി കരുവാട് അരപ്പുമായിട്ട് ഒന്നിക്കുക. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണിത്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. എരി നിങ്ങളുടെ ഇഷ്ടം
ഇഷ്ടമുള്ളതുപോലെ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. ഇത് പപ്പ നമുക്ക് വൈകുന്നേരം വെച്ച് തന്നെ ഒരു വെറൈറ്റി നൊത്തോലി കരുവാടാണ്. അത് വെറൈറ്റി ആയിട്ട് വെച്ച് തന്നു. നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറൈറ്റി ഒരു സാധനമാണ്. നൊത്തോലി കരുവാട് വെറൈറ്റിയാണ്. ഇത് ചോറുമായിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.